സർവശക്തിയുള്ള ദൈവം അനുകൂലമായി നിന്നാൽ പിന്നെ എതിർ നിന്ന് ജയിക്കാൻ ആർക്ക് കഴിയും? വിശ്വാസി ജയിക്കുവാനുള്ള ഘടകങ്ങളെ സംബന്ധിച്ച് റോമാലേഖനം 8-ാം അധ്യായം വിശദീകരിക്കുന്ന കുറേ പ്രയോഗങ്ങളുണ്ട്. വാക്യങ്ങളെല്ലാം എടുത്തുദ്ധരിക്കുന്നില്ലെങ്കിലും ഞാൻ പ്രഖ്യാപിക്കാം. അവിടെ പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം ആർ എന്ന് പറഞ്ഞാൽ ആരും പ്രതികൂലം വരില്ലെന്നല്ല, ആരും പ്രതികൂലം വരാം. പക്ഷേ സർവശക്തിയുള്ള ദൈവം അനുകൂലമായി നിന്നാൽ പിന്നെ എതിർ നിന്ന് ജയിക്കാൻ ആർക്ക് കഴിയും? ഒരു വലിയ സൈന്യം എൻ്റെ നേരെ പാളയമിറങ്ങിയാലും ഞാൻ ഭയപ്പെടുകയില്ല. പിശാച് ചെയ്യുന്ന കാര്യം എന്താണ്? ഉൽപ്പത്തി പുസ്തകം തൊട്ട് ആദാമിൻ്റെ അതിനുള്ള അവസരം ഉണ്ടാക്കി തരും. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ലോകം ഇഷ്ടം പോലെ പാപത്തിൻ്റെ സൗകര്യമുള്ളതല്ലേ? അല്ലേ? പുറത്തെങ്ങും പോകണ്ടല്ലോ, മുറിക്കകത്ത് കയറിയിരുന്നാൽ സകല പാപവും ചെയ്യാൻ സൗകര്യമുണ്ടാക്കിയിരിക്കുന്ന ഒരു ലോകത്തിലല്ലേ ഇന്ന് ജീവിക്കുന്നത്. വേറെ ആരും കാണാതെ ഭയങ്കര ഭയങ്കര പാപങ്ങളുടെ കൂട് നമ്മുടെ മുറിക്കകത്ത്, നമ്മുടെ ടാബ്ലറ്റിനകത്ത്, നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത്, നമ്മുടെ ഫോണിനകത്ത് സകലത്തിനും കുത്തി നിറച്ചിരിക്കുന്ന ഒരു ലോകത്തിൽ ജയിച്ച് ജീവിക്കുന്നതാണ്, വിശുദ്ധിയോടെ ജീവിക്കുന്നതാണ് ആത്മജീവിതം.